ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഔദ്യോഗികമായിട്ട് RRB NTPC ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അടുത്ത മാസം മുതൽ, അതായത് ഒക്ടോബർ മുതൽ നമുക്ക് അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, പ്രായപരിധി എന്തൊക്കെയാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ആൾക്കാർ കാണാൻ ശ്രദ്ധിക്കുക. ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 2025 നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം എന്താണ് പറയുന്നത് നോക്കാം. ഇതിൽ ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും ഒരുമിച്ച് ആണ് നോട്ടിഫിക്കേഷൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും അപേക്ഷ തുടങ്ങുന്നതും അപേക്ഷ ക്ലോസ് ചെയ്യുന്നതും 2 ഡേറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. ഗ്രാജുവേറ്റ് ലെവൽ NTPCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് NTPC യോഗ്യത ഗ്രാജുവേറ്റ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത് +2 യോഗ്യതയാണ്. +2 അല്ലെങ്കിൽ +2 തതുല്യമായ മറ്റ് യോഗ്യതയുള്ളവർക്കോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതാണ്. ഇനി ഗ്രാജുവേറ്റ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ, ഗ്രാജുവേറ്റ് ലെവലിൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 5800 വേക്കൻസികളാണ് നിലവിൽ ഗ്രാജുവേറ്റ് ലെവൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനിയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് വന്നിരിക്കുന്നത് 3050 വേക്കൻസികളാണ്. ഇനി ഗ്രാജുവേറ്റ് ലെവലിലെ നോട്ടിഫിക്കേഷൻ നോക്കാം. അനക്സ് എയിൽ പറയുന്ന കാറ്റഗറിയാണ്. ഇവിടുത്തെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 ചില പോസ്റ്റുകൾക്ക് 29,200 ഇവിടുത്തെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതായത് പേ ബാൻഡ് വ്യത്യസ്തങ്ങളായതുകൊണ്ടാണ് 2 പേ സ്കെയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ വരുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള, അതായത് ഗ്രാജുവേറ്റ് ലെവലിലെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രായം കണക്കാക്കുന്നത് ജനുവരിയിലെ വരുന്ന വർഷം, അടുത്ത വർഷം 2026 നിങ്ങൾക്ക് 33 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ എന്ന അടിസ്ഥാനത്തിലായിരിക്കും നോക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ, അതായത് നിങ്ങളുടെ പ്രായം വരുന്ന ജനുവരിക്ക് മുമ്പാണ് ഈ ഒരു ഏജിലേക്ക് എത്തുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു പ്രായം ആ ഒരു ഏജ് ബാറിലായിരിക്കും ഇവിടെ കണക്കാക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഈ ഒരു കാര്യത്തിൽ 33 വയസ്സ് എന്നുള്ളതിന് ഇളവുകൾ ലഭിക്കുന്നതാണ്. OBC വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും വിമുക്ത ഭടന്മാർക്കും മതിയായ രീതിയിലുള്ള ഇളവ് ലഭിക്കുന്നതാണെന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടുത്തെ പ്രായപരിധി കണക്കാക്കുന്ന ഒന്നുകൂടി ഓർക്കുക, 1/1/2026 ഇവിടുത്തെ മാനദണ്ഡം. ആ ഒരു പീരീഡിൽ, അതായത് 1/1/2026 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു പ്രായപരിധി കടക്കാൻ പാടില്ല എന്ന ഒരു മെഷർമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു മെഷർമെന്റ് എടുക്കുന്നത്. ഇനിയും അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. ഈ ഒരു പ്രായപരിധിയും കണക്കാക്കുന്നത് ജനുവരിയിൽ 2026 ഈ ഒരു പ്രായം നിങ്ങൾക്ക് എത്താൻ പാടില്ല എന്നൊരു മാനദണ്ഡത്തിലാണ് ഇവിടെ അസസ്സായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാനദണ്ഡത്തിൽ ഏജ് എത്താത്തവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഡേറ്റ് എന്ന് മുതലാണ് തുടങ്ങുന്നതെന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രകാരം 21/10/2025 ഗ്രാജുവേറ്റ് ലെവലിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയും 20/11/2025 ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 28/10/2025 അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുകയും 27/11/2025 ഈ ഒരു അപേക്ഷ ക്ലോസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങളുടെ കരിയറിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളെ തേടി നല്ല അവസരങ്ങളാണ് വരുന്നത്. റെയിൽവേ ഒരു ജോലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ജോലി തന്നെയാണ്. ഇനി പറയാനുള്ളത് പറഞ്ഞാൽ പഠനത്തെ പറ്റിയാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ ലോങ് ടൈം കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചായിട്ട് അടൂരിലെ ക്യാമ്പസിലാണ് കോഴ്സ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫ്ലൈനിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഏണസ്റ്റ് അക്കാഡമി RRB NTPCക്കായിട്ടൊരു ഓൺലൈൻ കോഴ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നോട്ടിഫിക്കേഷന് മുമ്പ് തന്നെ നമ്മുടെ പഠനം ശരിയായ ട്രാക്കിലാക്കുവാനും ഒപ്പം തന്നെ എക്സാം ആകുമ്പോഴേക്കും സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് കൃത്യമായ തയ്യാറെടുപ്പുമായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാനും പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.